ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് മാഗി നൂഡിൽസ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പം ഒരു 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം അതിലെ ഇൻസ്ട്രക്ഷന് പറഞ്ഞ മാതിരി ചേർക്കുക കേട്ടോ. ഞാൻ 2 മാഗി നൂഡിൽസിൻ്റെ പാക്കറ്റാണ് ഇടുന്നത്. അന്നപ്പം നമ്മൾ അതിനനുസരിച്ച് വെള്ളം അതിൽ പറഞ്ഞ പോണം ചേർക്കാം കേട്ടോ. 250 ml ആണെന്ന് തോന്നുന്നു ഒരു പാക്കറ്റിന്, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് നമ്മൾ തിളയ്ക്കാനായിട്ട് വെക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എഗ്ഗൊക്കെ നന്നായി സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് മാഗിൻ്റെ കൂടെ കിട്ടുന്ന പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 എണ്ണമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 2 പാക്കറ്റ് പൊടി ഉണ്ടാവും. അത് മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളെ നൂഡിൽസും ഇതിലോട്ട് ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഏകദേശമൊക്കെ വെള്ളം ഒന്ന് വറ്റി വരുമ്പം ഇതിലോട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് കുതിർത്തി വെച്ചതിന് ശേഷം 2 വിസിലടുപ്പിച്ച് വേവിച്ചതാണ്. അത് ഇതിലോട്ട് ചേർക്കുക. പിന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ മാഗി ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ആ പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കലല്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിലും മല്ലിയില ചേർക്കുന്നതാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഈ ഒരു മാഗി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്തായാലും ട്രൈ ചെയ്യണേ.